യയാഗുപ്തസഹസ്രാക്ഷസവാഹാൻ രിപുസൈനികാൻ ക്രീഡന്നിവ വിനിർജിത്യ ത്രിലോക്യാ ബുഭുജേ ശ്രിയം ഭഗവംസ്തന്മമാഖ്യാഹി വർമ്മ നാരായണാത്മകം യഥാദതായിന ശത്രൂന്യേന ഗുപ്തോ ജയന്മൃധേ. ശ്രീശുക ഉവാച വൃതപുരോഹിതസ്ത്വാഷ്ട്രോ മഹേന്ദ്രായാനുപൃച്ഛതേ നാരായണാഖ്യം വർമ്മാഹ തദിഹൈകമനാ ശൃണു. വിശ്വരൂപ ഉവാച ധൗതാഘ്രിപാണിരാജമ്യ സപവിത്രൗദങ്മുഖ കൃതസ്വാംഗകരന്യാസോ മന്ത്രാഭ്യാം വാഗ്യതശുചി. നാരായണമയം വർമ്മ സന്നഹ്യേൽ ഭയ ആഗതേ പാദയോർജാനുനോരൂർവോരുദരേ ഹൃദ്യഥോരസി മുഖേ ശിരസ്യാനുപൂർവ്യാദോങ്കാരാദീനി വിന്യസേൽ. ഓം നമോ നാരായണായേതി വിപര്യയമഥാപിവ കരന്യാസം തതക്കുര്യാൽ ദ്വാദശാക്ഷരവിദ്യയാ പ്രണവാദി അകാരാന്തമങ്കുല്യങ്കുഷ്ഠപർവസു ന്യസേധൃതയ ഓങ്കാരം വികാരമനുമൂർധനി ഷകാരം തു ഭ്രുവോർമധ്യേണകാരം ശിഖയാദിശേൽ വേകാരം നേത്രയോര്യുഞ്ജ്യാന്നകാരം സർവസന്ധിഷു മകാരമസ്ത്രമുദ്ദിശ്യ മന്ത്രമൂർത്തിർഭവേത് ബുധ സവിസർഗം ഭടന്തം തൽസർവദിക്ഷു വിനിർദിശേൽ. ഓം വിഷ്ണവേ നമൈതി ആത്മാനം പരമം ധ്യായേൽ ധ്യേയം ഷട്ശക്തിഭിര്യുതം വിദ്യാ തേജസ്തപോമൂർത്തിമിമം മന്ത്രമുദാഹരേൽ. ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം ന്യസ്താഘ്രിപത്മപദകേന്ദ്രപൃഷ്ഠേ ദരാരിചർമാസി ഗതേഷു ചാപപാശാൻ ദധാനോഷ്ടഗുണോഷ്ടബാഹു ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തിര്യാദോ ഗണേഭ്യോ വരുണസ്യ പാശാൽ സ്ഥലേഷു മായാവടുവാമനോവ്യാൽ ത്രിവിക്രമഖേവതു വിശ്വരൂപ ദുർഗേഷ്വടവ്യാജിമുഖാദിഷു പ്രഭുപ്പായാ നൃസിംഹോസുരയൂഥപാരി വിമുഞ്ചതോ യസ്യ മഹാട്ടഹാസം ദിശോ വിനേതുർന്യപദംശ്ച ഗർഭാഃ രക്ഷത്വസൗമാധ്വനിയജ്ഞകൽപ സ്വദംഷ്ട്രയോന്നീതധരോവരാഹ രാമോദ്രികൂടേഷ്വധ വിപ്രവാസേ സ ലക്ഷ്മണോ വ്യാൽഭരതാഗ്രജോസ്മാൻ മാമുഗ്രധർമാദഖിലാൽ പ്രമാദാം നാരായണപ്പാതു നരശ്ചഹാസാൽ ദത്തസ്ത്വയോഗാദഥ യോഗനാഥപ്പായാൽ ഗുണേശ കപില കർമ്മബന്ധാൽ സനൽകുമാരോവതു കാമദേവാദ്ധയശീർഷാമാം പഥിദേവഹേളനാൽ ദേവഋഷിവര്യ പുരുഷാർച്ചനാന്തരാൽ കൂർമോ ഹരിർമാം നിരയാദശേഷാൽ ധന്വന്തരിർഭഗവാൻ പാത്വപഥ്യാൽ ദ്വന്ദ്വാൽഭയാദൃഷഭോ നിർജിതാത്മാ യജ്ഞശ്ചലോകാദവതാജ്ജനാന്താൽ ബലോഗണാൽ ക്രോധവശാദഹീന്ദ്ര ദ്വൈപായനോ ഭഗവാൻ അപ്രബോധാൽ ബുദ്ധസ്തു പാഖണ്ഡഗണാൽ പ്രമാദാൽ കൽക്കിക്കലേ കാലമലാൽ പ്രപാതു ധർമാവനായോരു കൃതാവതാര മാം കേശവോഗതയാ പ്രാതരവ്യാത് ഗോവിന്ദ ആസംഗവമാത്തവേണു നാരായണ പ്രാഹ്നൗദാത്ത ശക്തിർമധ്യന്തിനെ വിഷ്ണുരരീന്ദ്രപാണി ദേവോപരാഹ്ണേ മധുഹോഗ്രധന്വാസായം ത്രിധാമാവതു മാധവോ മാം ദോഷേ ഹൃഷീകേശ ഉദാർദ്ധരാത്രേ നിശീധ ഏകോവതു പത്മനാഭ ശ്രീവത്സധാമാപരരാത്ര ഈശപ്രത്യൂഷ ഈശോസിധരോ ജനാർദ്ദന ദാമോദരോ വ്യാതനു സന്ധ്യം പ്രഭാതേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തി ചക്രം യുഗാന്താനലതിഗ്മനേമി ഭ്രമൽ സമന്താൽ ഭഗവൽ പ്രയുക്തം ദന്തഗ്ധി സൈന്യമാശു കക്ഷം യഥാവാദ സഖോഹുദാശ ഗതേശനിസ്പരിശന വിസ്ഫുലിംഗേ നിഷ്പിണ്ഡ്യജിത പ്രിയാസി കൂഷ്മാണ്ഡവൈനായക യക്ഷരക്ഷോഭൂതഗ്രഹാം ചൂർണയ ചൂർണയാരീൻ ത്വയ്യാതുധാന പ്രമഥ പ്രേതമാതൃപിശാച വിപ്രഗ്രഹ ഘോരദൃഷ്ടീൻ ദരേന്ദ്ര വിദ്രാവയ കൃഷ്ണപൂരിതോ ഭീമസ്വനോരേർഹൃദയാനികമ്പയൻ ത്വം തിഗ്മധാരാ ശിവരാരി സൈന്യമീശ പ്രയുക്തോ മമ ഛിന്ധി ഛിന്ധി ചക്ഷൂംഷി ചർമ്മച്ഛത ചന്ദ്രഛാദയ ദ്വിഷാമഘോനാം ഹര പാപചക്ഷുഷാം എന്നോ ഭയം ഗ്രഹേഭ്യോ ഭൂൽക്കേതുഭ്യോ നിർഭ്യ ഏവ ച സരീസൃപേഭ്യോ ദംഷ്ട്രിഭ്യോ ഭൂതേഭ്യോ മഹോഭ്യ ഏവ വ സർവാണ്യേതാനി ഭഗവന്നാമരൂപാസ്ത്രകീർത്തനാൽ പ്രയാന്തു സംശയം സദ്യോ ഏന ശ്രേയ പ്രദീപകാ ഗരുഡോ ഭഗവാൻ സ്തോത്രസ്തോഭശ്ചന്ദോമയ പ്രഭു രക്ഷത്വശേഷകൃച്ഛ്രേഭ്യോ വിശ്വക്സേന സ്വനാമഭി സർവാപദ്ഭ്യോ ഹരേർനാമരൂപയാനായുധാനി ന ബുദ്ധീന്ദ്രിയമനപ്രാണാൻ പാന്തു പാരിഷദഭൂഷണാ യഥാ ഹി ഭഗവാനേവ വസ്തുതഃ സദസത്സൽ സത്യേനാനേന ന സർവേ യാന്തു നാശമുപദ്രവാഃ യഥൈകാത്മ്യാനുഭാവാനാം വികൽപ്പരഹിത സ്വയം ഭൂഷണായുധലിംഗാഖ്യാതത്തെ ശക്തി സ്വമായയാ. പല പല കഥകളും കേട്ട പരീക്ഷത്തിന് ഒരു സംശയമുണ്ടായി. അത് അവസരം കിട്ടിയപ്പോൾ ഗുരുനാഥനോട് ചോദിച്ചു, എന്താ സംശയം? ഭഗവാന് ഈ പക്ഷപാതം ഉണ്ടോ, പാർഷ്യാലിറ്റി ഉണ്ടോ?
ഭഗവാൻ അങ്ങനെ പാടില്ലാത്തതല്ലേ? ഭഗവാൻ എല്ലാവരും സമനാണ്. ഈ പ്രപഞ്ചമാകുന്ന തറവാട്ടിലെ കാരണവരാണ് ഭഗവാൻ അല്ലേ? അപ്പം എല്ലാവരോടും ഒരേപോലെ അല്ലേ ഭാനോഭാവവും സ്നേഹാദികളും ഉണ്ടാവേണ്ടത്? പക്ഷേ ഇവിടുത്തെ കഥകളിൽ ഭഗവാൻ ദേവന്മാർക്ക് സഹായം ചെയ്യും, ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരെ വധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ദേവനെയും ഭഗവാൻ കൊന്നതായിട്ട് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ അസുരന്മാരെ തെരഞ്ഞു പിടിച്ച് കൊല്ലണുണ്ടേനും അത് ദേവന്മാർ പറഞ്ഞിട്ടാണ് താനും. അപ്പോൾ ദേവപക്ഷപാതിയാണോ ഈ ഭഗവാൻ? ഇതാണ് സംശയം. ഇങ്ങനത്തെ സംശയം എന്തിനാണ് ചോദിക്കണത്? പലർക്കും ഈ കഥ മാത്രം കേൾക്കുമ്പോൾ സംശയം ധാരാളം ഉണ്ടാവും. അപ്പം അതിൻ്റെ കാര്യം തത്വം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് വാസ്തവത്തിൽ ഇതിൻ്റെ രഹസ്യം? ഈശ്വരൻ നമ്മേ മാതിരി ഒരു ആളായിരുന്ന് തനിക്ക് ഇഷ്ടം ചെയ്യുന്നവർക്ക് അനുകൂലമായി ഫലം ചെയ്തു കൊടുക്കുക, തനിക്ക് അപ്രിയം ചെയ്യുന്നവർക്ക് കഷ്ടപ്പാടും കൊടുക്കുക. ഇങ്ങനെയാണ് സാധാരണക്കാരൻ വിചാരിക്കുന്നത്. നമ്മളെ മാതിരി ഭഗവാനെ വിചാരിക്കാൻ പറ്റുള്ളേ. നമുക്കങ്ങനെയല്ലോ, ഒരാൾ എന്തെങ്കിലുമൊക്കെ സൈഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സേവ ചെയ്താൽ നമുക്ക് അയാളെ വലിയ ഇഷ്ടമാവും അല്ലേ? നമ്മളെ എതിർത്ത് പറയുകയോ നമ്മളെ വിമർശിക്കുകയോ ചെയ്യുന്ന ആൾക്കാരോട് ഇഷ്ടമില്ല. ഇങ്ങനെയാണ് ഭഗവാൻ എന്ന വിചാരം. ഇവിടെ പറയണു, ഭഗവാൻ 3 ഗുണങ്ങൾക്കും അതീതനായ പരബ്രഹ്മസ്വരൂപമാണ്. ആ ഭഗവാനിൽ പ്രപഞ്ചമേ ഇല്ല, സൃഷ്ടിയേ ഇല്ല. സൃഷ്ടിയുടെ ആ സങ്കല്പം വരുന്ന സമയത്ത് തന്നിൽ ജയിച്ചിരിക്കുന്ന ത്രിഗുണാത്മികയായ പ്രകൃതി ഏതവ മായാശക്തിയെ ഭഗവാൻ കടാക്ഷിക്കും, അത് വികസിക്കും. അതാണ് പ്രവർത്തികൾ മുഴുവൻ ചെയ്യുന്നതെന്നർത്ഥം. അതെല്ലാവരിലുമുണ്ട് ഈ ത്രിഗുണം. അതിൽ ഓരോ ഗുണം വികസിക്കുന്ന സമയത്ത് ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ വിജയിക്കണ പോലെ തോന്നാം. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ സത്വഗുണമാണ് അധികം എന്നിരിക്കുക, നമ്മളൊക്കെ ദേവന്മാരെ മാതിരിയെ പെരുമാറുക. അപ്പോൾ ഇൻ ജനറൽ സമൂഹത്തിലെ ആൾക്കാരൊക്കെ സത്വഗുണ പ്രധാനികളാണെങ്കിലോ ദേവന്മാരെ മാതിരി ഉണ്ടാവും. അപ്പോൾ ദേവന്മാരാണ് വിജയിക്കുക. രജോ ഗുണികളാണെങ്കിലോ കൂടുതൽ വിഷയാഭിമുഖ്യം ഉണ്ടാവും അല്ലേ? അതാണ് അസുരത്വം ച വിഷയ ആസക്തി എന്നർത്ഥം. അപ്പോൾ അസുരന്മാരുടെ വിജയമാണ്. ഈ തമോ ഗുണമാണെങ്കിലോ ക്രൂരമായി തൻ്റെ ഭോഗത്തിന് വേണ്ടി തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് ക്രൂരപ്രവർത്തികൾ പോലും ചെയ്യും. അവരിപ്പോൾ രാക്ഷസനായി. അപ്പോൾ ഈ 3 ഗുണങ്ങളാണ്, അതിൻ്റെ കോമ്പിനേഷനാണ് ദേവ മനുഷ്യ അസുര രാക്ഷസ ഭാവങ്ങൾക്ക് കാരണം. ഇത് പുറത്താണോ? കഥയിലൊക്കെ പുറത്താണ്. പക്ഷേ ഇതൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. പുറത്ത് പണ്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഇല്ല എന്ന് നമ്മൾ പറയണില്ല. പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് എന്ന് ഉറപ്പാണ്. നമ്മൾ ചിലപ്പോൾ ദേവനെമാരി ബിഹേവ് ചെയ്യും, ചിലപ്പോൾ അസുരനെമാരി പെരുമാറും, ചിലപ്പോൾ രാക്ഷസനെമാരി പെരുമാറും, ചിലപ്പോൾ മനുഷ്യത്വത്തോടുകൂടി പെരുമാറും അല്ലേ? ഇതൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലെ ഗുണത്തിൻ്റെ വികാസത്തിനനുസരിച്ചിട്ടാണ് അർത്ഥം അല്ലേ? അപ്പം സത്വഗുണം ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനെ ആശ്രയിക്കാൻ തോന്നുള്ളൂ. അതാണ് ദേവന്മാരെപ്പോഴും ഈശ്വരനെ ആശ്രയിക്കും അല്ലേ? നമ്മളെ സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് നമ്മുടെ മനസ്സ് 3 ഗുണങ്ങൾക്കും അതീതനായ ഭഗവാനിൽ ചേരില്ല. അപ്പോഴേ ഉള്ളൂ മോക്ഷം. അതിന് തടസ്സമാണ് ഈ രജോ ഗുണം തമോ ഗുണം, നമ്മളെ ആസുരത്വവും രാക്ഷസത്വവും. ശരിയല്ലേ? നമ്മുടെ ഉള്ളിലെ ബഹിർമുഖത പോകാതെ മനസ്സ് അന്തർമുഖമാകില്ലല്ലോ. അന്തർമുഖമാകാതെ ധ്യാനത്തിൽ ഉറക്കിയില്ലല്ലോ. ആ ധ്യാനത്തിൽ നിഷ്ഠ വരാതെ മനസ്സ് ഭഗവത് അനുഭൂതിയിലേക്ക് എങ്ങനെ ഉയരും? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് എന്താ? അസുരനെ കൊല്ലല്ല. അപ്പോൾ സത്വഗുണം ഉണ്ടെങ്കിൽ നമ്മൾ ഈശ്വരനെ ഉപാസിക്കും, ആശ്രയിക്കും. അങ്ങനെ ഈശ്വരനെ ആശ്രയിക്കുന്നവരുടെ ഭഗവത് പ്രാപ്തിക്ക് തടസ്സമായ ആസുര സ്വഭാവത്തെ, ബഹിർമുഖതയെ, വിഷയാസക്തിയെ ഇല്ലാണ്ടാക്കി തരും ഭഗവാൻ. അതാണ് അസുര നിഗ്രഹത്തിൻ്റെ പൊരുൾ. അപ്പം അതല്ലേ വേണ്ടത്? അസുരനെയല്ലേ ഇല്ലാണ്ടാക്കണ്ടേ ഭഗവാൻ? അതെ. ഇനി കഥയിലെന്താ പറയണത്? ഭഗവാൻ ഏതേത് അസുരന്മാരെ കൊന്നോ അവർക്കൊക്കെ നേരെ വൈകുണ്ഠം, ഡയറക്റ്റ് ഫ്ലൈറ്റ് വൈകുണ്ഠം. ദേവന്മാർക്ക് ആർക്കെങ്കിലും വൈകുണ്ഠത്തിൽ കൊടുത്തിട്ടുണ്ടോ ഭഗവാൻ? ഇല്ലല്ലോ. അതെന്താ? നമ്മളിൽ ആസുരത്വം പോയി ബഹിർമുഖത കൈവിടിഞ്ഞാൽ നമുക്ക് നേരെ ആത്മസാക്ഷാത്കാരാണേ, വൈകുണ്ഠാണ്. അതാണ്. അപ്പം അത് മനസ്സിലാക്കാതെ ഭഗവാന് പക്ഷഭേദമുണ്ട് എന്നൊക്കെ ചില ആൾക്കാർ വിചാരിക്കുക. നമുക്ക് എന്തൊക്കെ സ്വഭാവമുണ്ടോ ഇതൊക്കെ നമ്മൾ നന്ദമഹാത്മാക്കളിലും ആരോപിക്കും, ഭഗവാനിലും ആരോപിക്കും. ഇത് നമ്മുടെ ഒരു സ്വഭാവമാണ്. എന്നോട് സ്നേഹം കുറവാണ്, അവളോടെ സ്നേഹം കുറവ് ഗുരുവിന്.
ഗുരുക്കന്മാരുടെ അടുത്ത് കുറേ ശിഷ്യന്മാരുണ്ടെങ്കിൽ അവർക്ക് തോന്നും ഗുരുവിന് എന്നോട് കുറച്ച് സ്നേഹം കുറവാണ്, ഈയിടെയായിട്ട് എന്നോട് നിങ്ങളുണ്ടല്ല, അവരോടാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് തോന്നില്ലേ? തോന്നും. എല്ലാവരും നമ്മുടെ സ്വഭാവം അവരിൽ ആരോപിക്കേണ്ടതല്ല. അവരൊക്കെ എല്ലാവരും സർവഭൂത സുഹൃത്തെന്നാണ്. സർവഭൂതങ്ങളിലും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവരെയും സുഹൃത്തായി എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്നവരാണ് അവർ. അപ്പോൾ ഈ ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നത്, പ്രകൃതിയുടെ ഗുണങ്ങൾ. അതിനനുസരിച്ചിട്ടാണ് ഈ സ്വഭാവം ഉണ്ടാവുന്നത്. പക്ഷേ ഈ ഭഗവാന്റെ സാന്നിധ്യമോ കാന്തത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് പ്രവർത്തിക്കും പോലെ അത്രേ. കാന്ത സാന്നിധ്യത്തിൽ ഇരുമ്പ് ചലിക്കുമല്ലേ, ഇതുപോലെയുള്ളൂ. ഭഗവാനൊന്നും ചെയ്യുന്നില്ലേ, ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഇതെല്ലാം നടത്തും. മയാ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ഗീതയിൽ ഭഗവാൻ ഈ രഹസ്യം പറയുന്നുണ്ട്. ഞാൻ വെറുതെ ചുമ്മാ അങ്ങനെ ഇരിക്കണുള്ളൂ, എൻ്റെ അധ്യക്ഷതയിൽ ഈ പ്രകൃതിയാണ് ഈ പണികളൊക്കെ എടുക്കുന്നത്. രാക്ഷസത്വം, ദേവത്വം, മനുഷ്യത്വം, അസുരത്വം ഒക്കെ എവിടെയാണ്? ഈ പ്രകൃതിയിലാണ്, പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ്. അതിനനുസരിച്ചുണ്ടാകുന്ന ചിന്തകളും സ്വഭാവമാണ്. അല്ലാതെ ഭഗവാൻ അതിലൊന്നുമില്ല. ഭഗവാൻ എല്ലാത്തിനെയും അനുഗ്രഹിക്കും. ഇതാണ്. എന്നിട്ട് പറഞ്ഞു, ഭഗവാന്റെ പ്രാപ്തിക്ക്, ഭഗവത് സാക്ഷാത്കാരത്തിന് നമുക്ക് വേണ്ട ഏക യോഗ്യത എന്താ അറിയാമോ? നിരന്തരമായ ഭഗവാന്റെ സ്മരണയാണ്. ഭഗവത് സ്മരണ എത്രത്തോളം നമുക്ക് തീവ്രമായി പുലർത്താൻ കഴിയുമോ അത്ര വേഗം നമ്മുടെ ഉള്ളിലെ വാസനകളൊക്കെ നീങ്ങും. വാസനകൾ നീങ്ങിയാൽ ഭഗവത് പ്രാപ്തിയായി. അതിന് ഉദാഹരണമായിട്ട് പണ്ട് നടന്നൊരു സംഭവം പറഞ്ഞു. ചോദ്യം ചോദിക്കുന്ന പരീക്ഷത്തിൻ്റെ മുത്തശ്ശൻ ധർമ്മപുത്രൻ രാജസൂയ യാഗം നടത്തി. ആ രാജസൂയ യാഗത്തിൽ സർവാരാധ്യനായ ഒരു വിശിഷ്ട വ്യക്തിയെ പൂജിക്കണം. എല്ലാവരും മീറ്റിംഗ് കൂടി ആലോചിച്ചപ്പോൾ ശ്രീകൃഷ്ണനാണ് എല്ലാം കൊണ്ടും പൂജാർഹൻ എന്ന് തീരുമാനത്തിലെത്തി. എന്തുകൊണ്ട്? ഐതദാത്മ്യമിതം ജഗത്. ആ പാണ്ഡവന്മാരിൽ മഹാജ്ഞാനിയാണ് സഹദേവൻ. അദ്ദേഹം പറഞ്ഞു, ഏതൊരു ഭഗവാനാണോ ഈ പ്രപഞ്ചമായിരിക്കുന്നത് ആ ഭഗവാനാണ് കൃഷ്ണൻ എന്നതുകൊണ്ട് കൃഷ്ണനെ പൂജിച്ചാൽ ഈ ചരാചരങ്ങളെ മുഴുവൻ പൂജിച്ചു. അതുകൊണ്ട് കൃഷ്ണനെ പൂജിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അഗ്രാസനത്തിലെത്തി ശ്രീകൃഷ്ണനെ പൂജിച്ചു. എല്ലാവരും ഭഗവാന്റെ മഹിമകൾ പാടി ഈ ഭക്തന്മാരുടെ ഭാഗ്യത്തെക്കുറിച്ച് വാഴ്ത്തി. തത്സമയം ഭഗവാന്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനായി പിറന്നവനും എപ്പോഴും ഭഗവാനെ ശത്രുവായി കാണുന്നവരുമായ ശിശുപാലൻ ആ യാഗത്തിൽ വന്നിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പാണ്ഡവന്മാരെയും ഭഗവാനെ പൂജിച്ചവരെയും ഭഗവാനെയും നിന്ദിക്കാൻ തുടങ്ങി.